ബൈബിൾ റൗണ്ടിലെ രണ്ടാമത്തെ ഘട്ടം, ബംബ് ഓഫ് ഫയർ. നാല് ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആർക്ക് വേണമെങ്കിലും ഉത്തരം നൽകുവാൻ കഴിയും. ആദ്യമായി ബസർ തെളിയിക്കുന്ന വ്യക്തിക്കായിരിക്കും മറുപടി നൽകുവാൻ അവസരം ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. യാക്കോബിന്റെ മകനായ യോസഫിന്റെ മക്കളുടെ പേരെന്ത്? എഫ്രൈമും മനശ്ശെയും. ഉത്തരം വളരെ ശരിയാണ്. ഷിജു വർഗീസ് ഗെറ്റ്സ് 5 മാർക്സ്. മനശ്ശെയും എഫ്രൈമുമാണ് യോസഫിന്റെ മക്കൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ശലോമോൻ യെരുശലേം ദേവാലയം പണിതത് എവിടെയാണ്? 5, 4, 3, 2, 1. Question is fired. Goes to the question bag. Question number 3. നെബൂഖദ്നേസർ നശിപ്പിച്ചു കളഞ്ഞ യെരുശലേം ദേവാലയം വീണ്ടും പണിതത് ആരുടെ നേതൃത്വത്തിലാണ്? സെരുബാബേൽ. ഉത്തരം ശരിയാണ്. ഷിജു വർഗീസ് ഗെറ്റ്സ് +5 marks. And now the last question in the bumper fire. ഇടയനായ ചെറിയ പ്രവാചകൻ ആരായിരുന്നു? ആമോസ്. ഉത്തരം ശരിയാണ്. ഷിജു വർഗീസ് ഗെറ്റ്സ് +5 marks. ബൈബിൾ റൗണ്ട് ഇവിടെ പൂർണ്ണമാകും. അടുത്ത റൗണ്ട് ബൈബിൾ ഹിസ്റ്ററി റൗണ്ടാണ്. The first question in the Bible history round goes to Lydia. കർത്താവിനെ ഒറ്റിക്കൊടുത്ത യൂദ പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്? ഉത്തരം പറയണം നിർബന്ധമില്ല. അറിഞ്ഞുകൂടായെങ്കിൽ പാസ് എന്ന് പറയാം. ശരിയായ ഉത്തരം നൽകുകയാണെങ്കിൽ +5 marks. തെറ്റായ ഉത്തരം നൽകുകയാണെങ്കിൽ -1 mark മാത്രം. യെസ്, ലൗഡർ. എഴുതിയിട്ടില്ല. ലിദിയ പറയുന്നു യൂദ എഴുതിയിട്ടില്ല, പുസ്തകമൊന്നും എഴുതിയിട്ടില്ല എന്ന്. പക്ഷേ പുതിയ നിയമത്തിൽ ഒരു പുസ്തകമുണ്ടല്ലോ, അത് മറ്റൊരു ശിഷ്യൻ എഴുതിയ പുസ്തകമാണ്. അതുകൊണ്ട് ലിദിയ പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. 5 marks for Lydia. A very easy question for Rashmi to open your account. Rashmi, വെളിപാട് പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? യോഹന്നാൻ. Excellent. 5 marks for Rashmi. And now for Shiju. കർത്താവിന്റെ ശിഷ്യനായി തീർന്ന ലേവിയുടെ മറുപേർ എന്തായിരുന്നു? മത്തായി. Answer is right. Shiju gets 5 marks. Now Kisi, open your account. യോവേലിന്റെ പുസ്തകത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? 14. ഇനിയും 11 അധ്യായങ്ങളുടെ അദ്ദേഹം എഴുതാനുണ്ട്. ഇപ്പോഴുള്ള പുസ്തകത്തില് 3 അധ്യായങ്ങൾ മാത്രമാണ്. റൈറ്റ്? 3 chapter book. No mind. She gets -1 mark only. Bumper. Try, you can write. Very easy question. Hands on your buzzer. Right? Okay? സങ്കീർത്തനങ്ങൾ എത്ര പുസ്തകങ്ങളുടെ സമാഹാരമാണ്? Yes, Kisia. 5 പുസ്തകങ്ങൾ. Exactly. I told you can open your account. Kisia opens her account with +5 marks. പഞ്ചഗ്രന്ഥങ്ങളെ അനുസ്മരിപ്പിക്കുമാറ് സങ്കീർത്തനങ്ങൾ 5 പുസ്തകങ്ങളുടെ സമാഹാരമാണ്. Excellent. You get +5 marks. Right. There ends the Bible history round. Now we go
to the Christian focus round. ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, രണ്ട് ഓപ്പൺ ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ ഭാഗം 3 വേദഭാഗങ്ങൾ തരുന്നതായിരിക്കും. ചിലപ്പോൾ വേദപുസ്തകത്തിൽ ഉള്ളതും ചിലപ്പോൾ വേദപുസ്തകത്തിൽ ഇല്ലാത്തതുമായ ഭാഗങ്ങളായിരിക്കും തരുന്നത്. അത് ശരിയായി വായിക്കുമ്പോൾ, പ്രതികരിക്കുമ്പോൾ +5 മാർക്സ് അല്ലെങ്കിൽ -1 മാർക്ക്. ഞാൻ പറയുന്ന വേദഭാഗം പുസ്തകത്തിലില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആരും പുസ്തകം തുറക്കരുത്. പുസ്തകം തുറന്നു കഴിഞ്ഞാൽ -1 മാർക്ക്. അതോടൊപ്പം തന്നെ മറ്റൊരാൾ പുസ്തകം തുറക്കുന്നത് നോക്കിയിട്ട് പുസ്തകം തുറന്നാൽ അതിനും -1 മാർക്ക്. കിട്ടുന്ന ഉടനെയുള്ള നിങ്ങളുടെ പ്രതികരണം പുസ്തകം തുറക്കുകയോ തുറക്കാതിരിക്കുകയോ ചെയ്യാം. ആദ്യമായി ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. ലിസൺ കെയർഫുള്ളി. ഭാരതത്തിൽ രക്തസാക്ഷി മരണം വരിച്ച മാർ തോമസ് ലീഹായുടെ ഭൗതികാവശിഷ്ടങ്ങൾക്ക് എന്ത് സംഭവിച്ചു? Five, 4, 3, 2, 1. The question is fired, so it goes to the question bank. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ഏവരും വളരെ അധികം കേൾക്കുന്ന ഒരു പദമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? റൈറ്റ്? സഹത എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും സഹത എന്ന പദം ഉപയോഗിക്കാറില്ല. പക്ഷേ സഹതയെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട്. സഹത എന്ന പദം കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ട്. ഈ വർഗീസ് സഹത എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. യെസ്. സഹത എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? Five, 4, 3, 2, 1. Question is fired. It goes back to the question bank. റാപ്പിഡ് റീഡിംഗ് റൗണ്ട് ആണ്. പറയുന്ന വേദഭാഗങ്ങൾ വായിക്കുവാനും മാർക്ക് ലഭിക്കുവാനുള്ള സമയമാണ്. റൈറ്റ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലാഖി പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യം. റൈറ്റ്. ഇനി മൈക്കെടുത്ത് ഉറച്ചു വായിക്കും. കുറച്ച് സ്ഫുടമായിട്ട് വായിക്കണം. ഞാൻ വന്നു ഭൂമിയെ ശാപം കൊണ്ട് സംഹരിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. Answer is right. Lydia gets +5 marks for that question. Now the second question. യൂദായുടെ പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യം. യൂദ ഒന്നേ ഉള്ളൂ. യൂദ ഒന്നേ ഉള്ളൂ. ഒറ്റിക്കൊടുത്ത യൂദ അല്ല, യൂദായുടെ പുസ്തകത്തിന്റെ ഒരു അധ്യായം മാത്രമേ ഉള്ളൂ. So all the 4 gets 5 marks each. Right? You're right. Now the third question. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 22-ാം വാക്യം. You're right. എടുത്തു വായിച്ചാരെ. എന്റെ അഭിഷിക്തന്മാരെ സ്പർശിക്കരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും അരുത്. എന്റെ അഭിഷക്തന്മാരെ സ്പർശിക്കരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യുകയും അരുത്. അത്യുന്നതനായ ദൈവത്തിന്റെ കൽപ്പനയാണ്.
+5 മാർക്സ് ഫോർ ലിദ്യ. ഇവിടെ ക്രിസ്ത്യൻ ഫോക്കസ് റൗണ്ട് പൂർണ്ണമാകുന്നു.